വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പുറമേ മുള്ളാണെങ്കിലും അടുക്കുമ്പോൾ അറിയാം അതിൻ്റെ ഗുണഗണങ്ങൾ. 2018 സംസ്ഥാന സർക്കാർ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത്. ആ പദവിയൊക്കെ ഉണ്ടെങ്കിലും അതിനൊത്ത പരിഗണന ചക്കയ്ക്ക് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീടനാശിനിയുടെ കലർപ്പില്ലാത്ത പ്രകൃതി വിഭവമാണ് ചക്ക. പ്രകൃതി കനിഞ്ഞു തന്നിട്ടുള്ള ഒരു വിഭവം. തണ്ടൊഴികെ ബാക്കിയെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. കേരളത്തിൽ ഒരു വർഷം 14.3 ലക്ഷം ടൺ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് 2 ലക്ഷം ടൺ മാത്രമാണ്. ചക്കയുടെ ഔഷധ മൂല്യത്തെപ്പറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പഠന റിപ്പോർട്ട് അത് അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ചക്ക തുടർച്ചയായി കഴിച്ചവർക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതായുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ മുൻ ഡയറക്ടർ ജെയിംസ് ജോസഫ് ഒരു പഠനത്തിന് മുൻകൈ എടുത്തിരുന്നു. പ്രമേഹ രോഗികൾക്കും പ്രിയങ്കരമാണ് ചക്ക. ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ദേശീയ ഫലമാണ്. 1.4 ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ് ഏറ്റവും വലിയ ചക്ക ഉൽപ്പാദക രാജ്യം. ബംഗ്ലാദേശാണ് 2ാം സ്ഥാനത്ത്, 926 ടൺ. തായ്ലൻഡും ഇന്തോനേഷ്യയും നേപ്പാളും ഒക്കെ ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന മുൻനിര ഉൽപ്പാദകരാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, രക്താതിസമ്മർദ്ദം എന്നിവയൊക്കെ നിയന്ത്രിക്കാൻ ചക്കയ്ക്ക് കഴിയുമെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. പ്രമേഹം നിയന്ത്രിക്കാനും ദഹനക്രിയ മെച്ചപ്പെടുത്താനും പച്ചച്ചക്കയും ചക്കക്കുരുവും ഒക്കെ ഉത്തമമാണ്. വൈറ്റമിൻ എ, ബി, സി, പൊട്ടാസ്യം, ഫൈബർ എന്നിവയൊക്കെ സമ്പന്നമാണ് ചക്ക. ചക്കപ്പുഴുക്ക, ചക്കയുടെ ഉപ്പേരി, ചക്ക ബിരിയാണി, ചക്ക ഐസ്ക്രീം, ചക്ക പായസം, ചക്ക വൈൻ, ചക്കക്കുരു ഷേക്ക്, ചക്ക ഹൽവ, ഇങ്ങനെ നീളുന്നു ചക്ക കൊണ്ടുണ്ടാക്കാവുന്ന വിഭവങ്ങൾ. നമ്മുടെ പല വീടുകളുടെയും പറമ്പുകളിലും ഒക്കെ ചക്ക പഴുത്ത് വീണ് ദുർഗന്ധം വമിക്കുന്നു. പ്രത്യേകിച്ച് ആരും താമസമില്ലാത്ത വീടുകളുടെ പറമ്പുകളിൽ. ആൾ താമസമുണ്ടെങ്കിലും പലരും അത് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ മഴക്കാലം കൂടിയായതിനാൽ ചക്ക വെള്ളം കയറി ഇറുന്നു വീണ് ചീഞ്ഞു കിടക്കുന്നത് കാണാം. ചക്കയുടെ സീസണായാൽ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാരെത്തും. മൊത്തത്തിൽ വില പറഞ്ഞ് അവർ കൊണ്ടുപോകും. ഇപ്പോൾ പല വീടുകളിലും ആൾതാമസമില്ല, പൂട്ടിക്കിടക്കുകയാണ്. ആ പറമ്പുകളിലാണ് കൂടുതലും ഇറുന്നു വീണ് നശിക്കുന്നത്. ചക്കയ്ക്ക് ഇങ്ങനെയുള്ള ഗുണഗണങ്ങളൊക്കെ ഉള്ളത് അത് ആരും നിസ്സാരമായി കരുതരുത്. വിദേശത്തൊക്കെ ചക്കയ്ക്ക് നല്ല ഡിമാൻഡാണ്. വില കേട്ട് നമ്മൾ അന്തം വിട്ടു പോകും. സാധനം കിട്ടാറുമില്ല. അവിടങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലും കാണാൻ മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്ന വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകും നമ്മുടെ മലയാളികൾ. അതുകൊണ്ട് ചക്ക ചെറിയൊരു ഗുണമല്ല, വലിയ ഗുണമാണ് നമുക്ക് തരുന്നത്.